ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കേക്ക് ബോക്സാണ്. ഇത് പല രീതിയിലും ചെയ്യാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് പല ടൂൾസും വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സാധാരണ ബോക്സ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റായിട്ടുള്ള കുറച്ച് ടോളായിട്ടുള്ള കേക്കൊക്കെ പാക്ക് ചെയ്യാനും അതുപോലെ കുറച്ച് കാണാനും ഭംഗിയുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കേക്ക് ബോക്സ് എടുത്തിട്ടുണ്ട്. 1 kg കേക്കിൻ്റെ സൈസിലുള്ള ബോക്സാണ്. രണ്ടും സെയിം ബോക്സ്, നമ്മുടെ സാധാരണ കേക്ക് ബോക്സാണിത്. നിങ്ങൾക്ക് 2 kg കേക്കിനാണ് വേണ്ടതെങ്കിൽ 2 kg കേക്കിൻ്റെ ആ ഒരു ബോക്സ് എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഇതുപോലുള്ള 2 ഫയൽ ഷീറ്റ്. അപ്പോൾ ഇത് ഒരു ഷീറ്റിൽ ഇങ്ങനെ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ളത് 2 എണ്ണം വേണം, ടോട്ടൽ 4 എണ്ണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബോക്സ് ഇതിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗം ബേസ് വെച്ചിട്ട് ആ ഒരു ടോപ്പ് നമ്മൾ കവർ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. ബേസ് വെക്കുക കേട്ടോ, ബേസ് നമുക്ക് വേണം, അത് കട്ടായി പോകരുത്. അതിൻ്റെ ഒരു മോൾ ഭാഗം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മോൾ ഭാഗം ഇങ്ങനെ നമ്മൾ കവർ ചെയ്യൂലേ, ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ബോക്സും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമ്മളിത് സാധാരണ ചെയ്യാറുള്ള പോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ട് ആ ഒരു ബോക്സിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ബേസ് മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെയുള്ള ബേസ് കുറച്ച് തിന്നായിട്ടുള്ള ഇതുപോലുള്ള ബേസ്, അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ടോപ്പ്, അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ള ടൂൾസൊക്കെ ഇങ്ങനെയുള്ള ബോക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള സാധാരണ കേക്ക് ബോക്സ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ കുറച്ച് പിന്നൊക്കെ ഇട്ട് കൊടുക്കുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ മറ്റേ ബോക്സും കൂടെ ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ബോക്സും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു 2 പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ സൈഡൊക്കെ. അപ്പോൾ ഇത് സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ ഒന്ന് പകുതിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒന്ന് മാർക്കിട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 2 ആക്കി എടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ നടുക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള 4 എണ്ണം വേണം. ഇപ്പോൾ 2 എണ്ണമായി. ഇനി മറ്റേ ഷീറ്റും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു തൂണ് ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ സെയിം 4 എണ്ണം വേണം.
ഇപ്പോൾ മറ്റേ ഷീറ്റും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4 എണ്ണം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത ആ ഒരു ബോക്സിൻ്റെ ഈ ഒരു ഇതിലോട്ട് ഈ മൂലയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിന്നിട്ട് കൊടുക്കുക. ഇതുപോലെ 4 കോർണറിലും ഇതുപോലെ വെച്ചിട്ട് ആദ്യം പിന്നിട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ഫെവിക്കോൾ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ബോക്സിൻ്റെ ഇത് രണ്ടും സെയിം സൈസാണല്ലോ, അതുകൊണ്ട് ഏതിലോട്ടായാലും കുഴപ്പമില്ല. അത് കവർ ചെയ്യുന്ന ഭാഗത്താണ് നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ബേസിലോട്ടല്ല വെച്ച് കൊടുക്കേണ്ടത്, മുകൾ ഭാഗം കവർ ചെയ്യാൻ വെക്കുന്ന ആ ഒരു ബോക്സിലാണ് നമ്മളിങ്ങനെ പിന്നിട്ട് കൊടുക്കേണ്ടത്, ഇങ്ങനെ ഇത് ഒട്ടിച്ച് വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഫയലുണ്ടല്ലോ, അതൊന്ന് ആദ്യം ഇതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റാക്കി വെക്കുക. സെയിം സൈസ് ആയിരിക്കണം രണ്ടും. അപ്പോൾ ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് മാർക്കിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഫയൽ നമുക്ക് ബുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള യൂസ് ഇല്ലാത്ത അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫയൽ ഷീറ്റ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് പിന്നിട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഫെവിക്കോളിട്ട് നന്നായി ഒട്ടിച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നിട്ട് കൊടുക്കുക. പിന്നെ ഫെവിക്കോളൊക്കെ ഇട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡറിലോട്ടൊക്കെ നല്ല ഡിസൈനിലും നല്ല കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സൊക്കെ കിട്ടില്ല, അത് കട്ട് ചെയ്തിട്ട് നല്ല ബോർഡറിലോട്ടൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല.
ഇപ്പോൾ 4 ഭാഗവും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബേസ് ഇല്ലേ, ഈ ഒരു ബേസ് എടുത്തിട്ട് ഈ ഒരു ബേസിലോട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് വെക്കേണ്ടത്. അപ്പോൾ ഇതിലാണ് കേക്ക് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു കവറ് മെല്ലെ ഒന്ന് കവർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടല്ല കേട്ടോ, ഈ ഒരു ബോക്സിൻ്റെ പുറത്തോട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ബോക്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കവർ ഇങ്ങനെ പുറത്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ബോക്സിൻ്റെ അകത്തോട്ടല്ല കേട്ടോ, ബോക്സിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുമ്പോൾ കേക്കൊക്കെ സ്പോയിലാകും. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് വരുന്ന രീതിയിലാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സേഫായിട്ട് കേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു റിബണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു ഇത്. നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെറൈറ്റി ആക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.